ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്തായി തീരും എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ഇത് വന്നിട്ട് നമ്മളുടെ സൺഡേ വ്ളോഗാണ്. സൺഡേ എടുത്ത് വെച്ച വീഡിയോ ആണിത്. പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പോണത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കാര്യം ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. നേരം പെരപര വെളുത്തപ്പോഴാണ് ഞാൻ ആക്ച്വലി നീച്ച് വരുന്നത് കേട്ടോ. ഞാൻ നമ്മളെ മുകളിലായിട്ടാണ് കിടന്നത്. അപ്പം കർട്ടനൊക്കെ ഒന്ന് നീക്കി പുറത്തേക്കൊക്കെ നോക്കിയപ്പം നല്ല അന്തരീക്ഷം, എന്താ പറയുക, നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരവസ്ഥ എന്ന് പറയില്ലേ, അതേനും. പുറത്തൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ്. പിന്നെ ആക്ച്വലി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സപ്പോട്ട മരം കേട്ടോ. സപ്പോട്ട മരം മാത്രമല്ല, അതിൽ നിറയെ സപ്പോർട്ടുണ്ട്. പക്ഷേ അവിടെ മൊത്തം വവ്വാല. അതുകൊണ്ട് തന്നെ ആ സപ്പോട്ട തിന്നാനുള്ള ഭാഗ്യം ഞങ്ങളെ വീട്ടിലാർക്കും ഉണ്ടായില്ല. അപ്പം നമ്മളതുകൊണ്ട് അതൊന്നും എടുക്കലില്ല ഗൈസ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ഇവിടെ പാർട്ടി പരിപാടി ഉണ്ട്. ഏകദേശം 20-25 ആൾക്കാർക്കുള്ള ഫുഡ് നമ്മളെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അജേച്ചി വന്നിട്ടുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അജേച്ചി ഇതാ കാര്യമായിട്ട് അവർക്ക് വേണ്ട ചോറ് പൂറ്റും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആയിട്ട് അമ്മയും അജേച്ചിയും കൂടെ ചേർന്നിട്ട് നമ്മളെ കറി അമ്മാരി പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി നീച്ച് വന്നത്. അപ്പം അമ്മയും അജേച്ചിയും കൂടിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീച്ച് നമ്മളുടെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ താഴത്തെ അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ഇവരിതാ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമ്മുടെ ഈ പാർട്ടീൻ്റെ ആൾക്കാർ വന്നിട്ട് എടുക്കുമോ കേട്ടോ. അതായത് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളാണ്. സോ അവർ മേ ബി ആരെങ്കിലും 1-2 ആൾക്കാർ വന്നിട്ട് ടൈം ആകുമ്പോൾ എടുത്തിട്ട് പോകും. അപ്പോൾ ഇത് നമ്മുടെ നല്ല കിടിലൻ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി റെഡിയാണ്. പിന്നെ ചിക്കൻ കറീൻ്റെ കൂടെ എപ്പോഴും നമുക്ക് കോമ്പിനേഷനായിട്ട് ഒരു പച്ചക്കറി വേണ്ടേ. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്, കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഫുഡ് ടേസ്റ്റിൻ്റെ കാര്യം എനിക്ക് ഉറപ്പാണ്, നല്ല കിടിലനായിരിക്കും. പിന്നെ അത് മാത്രമല്ല, പിന്നെ അപ്പുറത്തെ സൈഡിൽ 2 പെട്ടി നിറച്ചും പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടം മാത്രമല്ല, പപ്പടത്തിൻ്റെ കൂടെ ഒരു ഉപ്പേരി വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേബേജ് ഉപ്പേരിയാണ് കേട്ടോ ഇവർ റെഡിയാക്കിയത്. പിന്നെ നല്ല മോരും അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ, ഫുഡൊക്കെ ഏകദേശം സെറ്റാണ് ഗൈസ്. ഇനി അടുത്തത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വാഴത്തോട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം നമ്മളെ വീട്ടിൻ്റെ പറമ്പിലുള്ള വാഴത്തോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം അജേച്ചി ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് 10-25 ആൾക്കാർക്ക് വേണ്ട വാഴ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കത്തിയൊക്കെ ആയിട്ട് അജേച്ചിൻ്റെ കൂടെ പോയിന് ഈ ഇല വെട്ടാനായിട്ട്. പക്ഷേ ഞാനവിടെ ഇലയൊന്നും വെട്ടിയില്ല, ഞാനവിടെ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ നമ്മളെ തോട്ടമാണ് കേട്ടോ ഗൈസ്, അതെ വാഴത്തോട്ടം. പിന്നെ കഴിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വർത്താനമാണ് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ, അതായത് വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്നുള്ള കേസ് അല്ലേ. അപ്പോൾ എൻ്റെ അച്ഛൻ അത് പറയേണ്ട ഒരു ആവശ്യം വന്നില്ല, കാരണം അതിന് മാത്രം വാഴ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വാഴ വെക്കാനായിട്ട് സ്ഥലമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വാഴേൻ്റെ ഇല വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ എൻ്റെ ഉറക്കം അങ്ങോട്ട് റെഡി ആയില്ല. കണ്ണൊക്കെ വെളിച്ചത്ത് തുറക്കാൻ തന്നെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. സംഭവം ഞാൻ കത്തിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ കാര്യമായിട്ട് അതിനെ കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായില്ല ഗൈസ്. ഓ ഓ അയ്യോ, ഓ അപ്പുറത്തെ സൈഡിലുണ്ട്. ആ അതാ ഉച്ചയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, അങ്ങനെ അജേച്ചി കാര്യമായിട്ട് നമുക്ക് കുറച്ച് ഇലയൊക്കെ എന്താ പറയുക വെട്ടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10-25 ആൾക്കാർക്കുള്ളതൊക്കെ ആയി. പക്ഷെ എന്നിട്ടും അജേച്ചിക്ക് വാഴയില വെട്ടിയിട്ടും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങോട്ട് ആവാത്തതുകൊണ്ട് അജേച്ചി ഇത് അപ്പുറത്തെ തൊടിയിലുള്ള വാഴയിലും കൂടെ നല്ലത് നോക്കി വെട്ടുന്നുണ്ട്. സംഭവം ആൾ കുറേ നേരമായിട്ട് വാഴയില വെട്ടാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല, ഞാൻ അജേച്ചിൻ്റെ കൂടെ നടന്നു വർത്താനം പറയാന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, അമ്മ എന്താ പറയുക പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറയും കൊണ്ടുവന്നപ്പോൾ എന്നോട് നേരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പാർട്ടി പരിപാടിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് റെഡിയാണ്. ഇനി ഓരിങ്ങോട്ട് വന്നിട്ട് ഇതങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയാൻ വേണ്ടി മാത്രം മതി കേട്ടോ. എല്ലാം വരെ നമ്മൾ കൈകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അമ്മ ആൻഡ് അജേച്ചി. അപ്പം ഞാനിത് അമ്മേനെ എന്താ പറയുക നമുക്ക് ആക്കി കൊടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 വീലറിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായും ഞങ്ങൾ ഹെൽമെറ്റ് ഇടുക, കൂടെയുള്ള ആളും ഹെൽമെറ്റ് ഇടുക. പക്ഷേ എൻ്റെ അമ്മ ഈ പറയുന്നത് കേട്ടില്ല, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, ഈവൻ ദോ നമുക്ക് 2 ഹെൽമെറ്റ് ഉണ്ടെങ്കിലും. പിന്നെ അതിന് ശേഷം ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. അങ്ങനെ അമ്മേനൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാൻ വിചാരിച്ചു. പുട്ടും ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ അത് മാത്രമായ എങ്ങനെയാണ്, നമുക്ക് ഇവിടെ ഓൾറെഡി പപ്പടം ഉണ്ടല്ലോ, കെട്ട് കണക്കിന് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു പപ്പടം കൂടി എടുത്തു. ഇരുന്ന് തിന്നാൻ നിൽക്കുന്ന നേരത്താണ് എനിക്ക് ആ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. ഞാൻ ഈ പുറത്തൊക്കെ പോയി വന്ന് കയ്യെ കണ്ടാണ് തിന്നാൻ പോണേ. അപ്പം ഞാൻ പിന്നെ കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ചിക്കൻ കറിയും പുട്ടും എപ്പോഴും നല്ലൊരു കോമ്പിനേഷനാണ്. കൂടെ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട, പിന്നെ വേറെ എന്ത് വേണം അല്ലേ. അപ്പോൾ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാട്ടോ കഴിക്കണേ. ഏകദേശം ഒരു 10:30-11:30 ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിന്നുന്ന സമയത്ത്, പിന്നെ ഞാൻ വീട്ടിൽ ടൈമിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുക, ഇനിയിപ്പം എന്താണ് ചെയ്യുക, അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, ഈ കരിയറാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും, ഇനി ഏത് രീതിയിൽ നീങ്ങും, അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാനെപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഞാനിങ്ങനെ ഫുൾ ആലോചനയാണ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എഴുതും. അതായത് ഈ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കൊരു റിലീഫ് ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് എഴുതും. അപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ ഈ ചിന്തകൾക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും എന്നാണ് ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇനി എങ്ങനെയൊക്കെ പോകണം, ഇനിയിപ്പോൾ എൻ്റെ കരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം, ഇനിയിപ്പോൾ അടുത്തത് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ പറയണ്ട, നമുക്ക് ആലോചനകൾ ഇങ്ങനെ കൂടുമല്ലോ. സോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സ് കാട്ടുന്ന ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ബോക്സിൻ്റെ എന്താ പറയുക, എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു ഗൈസ്. സമയം ഇപ്പോൾ കുറേ നേരം ഞാൻ അമ്മ വിളമ്പി തരുന്നത് വരെ കാത്തു നിന്ന് ചോറ് തിന്നായി. അമ്മ ആക്ച്വലി പുറത്തൊക്കെ പോയി വന്നേ ഉള്ളൂ ഗൈസ്. അമ്മ ഇല്ലാണ്ട് പിന്നെ ആര് വിളമ്പി തരാനാക്കി. അപ്പം പിന്നെ ഞാൻ കാത്തുക്കണ്ടേ അല്ല അമ്മ ഗൈസ്. നല്ല എന്ത് ചോദ്യം അമ്പൂ. നല്ല ചിക്കൻ കറി, പച്ചക്കറി, ഉപ്പേരി, അമ്മ അച്ചാറ്, അച്ചാറും പപ്പടും, അടിപൊളി ലഞ്ചാട്ടോ ഒന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ അമ്മ വിളമ്പി തന്ന ചോറും പിന്നെ കൂടെ നല്ല മോരും അച്ചാറും പപ്പടും ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാൻ നല്ലോണം ചോറ് കഴിച്ചു കേട്ടോ. എന്താ അറിയില്ല, ഇന്ന് ഫുഡ് കഴിച്ചപ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഈ വീട്ടിലുള്ള ദിവസങ്ങളിലാണല്ലോ നമുക്ക് ഫുഡൊക്കെ മര്യാദയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പണിയും വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ വീട്ടിലിരുന്ന് അമ്മയൊക്കെ വിളമ്പി തരുന്ന ചോറൊക്കെ ആയിട്ട് കഴിച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കുക. അങ്ങനെ ഗൈസ് നമ്മളൊരു ഈവനിങ് ആയ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ KFC ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഞാൻ വിചാരിച്ചു നമുക്ക് KFC ഓർഡർ ചെയ്യാം, KFC തിന്നാനൊരു പൂതി. അപ്പോൾ അങ്ങനെ നമ്മൾ KFC ഓർഡർ ചെയ്തു. ഈ പറയുന്ന ചിക്കൻ റോളും പിന്നെ എന്താ പറയുക ചോക്കോലാവ കേക്ക് ഉണ്ടേനു, പിന്നെ അത് കൂടാണ്ട് ഈ ചിക്കൻ്റെ സാധനം ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഓർഡർ ചെയ്തപ്പോൾ ആണെങ്കിൽ അമ്മ ഭയങ്കര കച്ചറ. അമ്മ ചോദിക്കുന്നത് ഇത്രയും സാധനങ്ങൾക്ക് ഈ 500 രൂപ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ആകെ ഭയങ്കര സീന് ഗൈസ്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം എന്ന് വെച്ചാൽ ഈ KFC ഒക്കെ തിന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ നല്ല കട്ടൻ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് കട്ടൻ്റെ ആൾക്കാരാണ്. പിന്നെ ഞാൻ കട്ടന് എന്താ പറയുക നമ്മളെ പഞ്ചസാര ഇടലില്ല. അത് കുറേ മുന്നേ ഈ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ചെയ്തപ്പം അന്നേ പഞ്ചസാര ഒഴിവാക്കിയതാണ്. പക്ഷേ ഇപ്പം ഞാൻ എന്താ ഈ കട്ടനിൽ മാത്രം പഞ്ചസാര ഒഴിവാക്കി ബാക്കി എല്ലാത്തിലും പഞ്ചസാര ഇട്ടിട്ടാണ് ഗൈസ് കഴിക്കുന്നത്. വെയിറ്റ് ലോസ് ഒന്നും ഇപ്പം നടക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 7-7:30 ആയപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യണത് ഒച്ചയായിട്ട് കേട്ടോ. അപ്പം ഞാൻ മുകളിലത്തെ മുറിയിലേനു, ഞാൻ ഓടി വന്ന് ആ മഴ കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. പിന്നെ എന്താ വാതിൽ തുറന്ന് നോക്കിയപ്പം ഭൂമി നനയാൻ കൂടിയുള്ള മഴ പെയ്തില്ല. ആ ഒരു സൗണ്ട് എഫക്റ്റ് മാത്രമേ ഉള്ളൂ, താഴത്തേക്കൊന്നും എത്തിയില്ല എന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഒന്നാമത് ഭയങ്കര ചൂടുമാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം ആയേനേന്ന്. പക്ഷേ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിലത്ത് കണ്ടാൽ തന്നെ അറിയാം കാര്യമായിട്ട് ഒന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് വേഗം അങ്ങോട്ട് കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ 8:15 ആയപ്പം തന്നെ ഞാൻ എന്ത് ചെയ്ത് രാത്രി ഞാൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ.
പക്ഷേ അമ്മയ്ക്ക് എന്ത് ചെയ്ത് കുറച്ച് പഴം ഉണ്ടേന് അത് തിന്ന്. അപ്പോൾ ആ പഴമൊക്കെ ഞാൻ കൈമ പിടിച്ച് ഞാൻ നേരെ മേലത്തെ റൂമിലേക്ക് കിടക്കാനായിട്ട് പോയി കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 8:30 ആയപ്പോഴത്തേക്ക് നല്ലോണം കിടന്നുറങ്ങി. പിന്നെ എന്താ പറയുക, നമ്മൾ ചില ദിവസങ്ങളിൽ നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാകും. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസം. അതായത് ഈ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഒരു 8:30 ആയപ്പോൾ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ എണീച്ചപ്പോൾ അതായത് മൺഡേ മോർണിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഉഷാറുണ്ടേനു കേട്ടോ. അപ്പോൾ ഗൈസ് അത്രയൊക്കെയുള്ളൂ എൻ്റെ സൺഡേ വ്ളോഗ് വന്നിട്ട്. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.